പ്രിയപ്പെട്ട അർജുൻ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും. നാടിന്റെ യാത്രാമൊഴി ഏറ്റുവാങ്ങി കോഴിക്കോട് കണ്ണാടിക്കലിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11:20 സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് അർജുന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തത്. 11:45 അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. അർജുന്റെ മൃതദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ ഒരു നാട് മാത്രമല്ല, മലയാളികൾ ഒന്നാകെയാണ് കണ്ണീരണിഞ്ഞത്. അത്രമേൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിരുന്നു. ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഒരംഗം നഷ്ടമായ വേദനയാണ് കണ്ണാടിക്കൽ എത്തിയവർ പങ്കിട്ടത്. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിച്ചത്. കുടുംബാംഗങ്ങളും നാട്ടുകാരും അവസാനമായി അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര 9:30 കണ്ണാടിക്കലിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത്. അവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി നീളെ ആംബുലൻസിനെ അനുഗമിച്ച് പുരുഷാരം ഒഴുകിയെത്തി. മുദ്രാവാക്യം വിളികളോടെ അർജുനെ നാട് ഏറ്റുവാങ്ങി. ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ചു സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയം നൽകി. പിന്നീട് നാട്ടുകാർക്കും അർജുന് ആദരമർപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പൊതുദർശനം നടന്നു. അർജുന്റെ ലോറി ഉടമ മനാഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഈശ്വർ മാൽപേയും അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിന്റെ ആകെ നൊമ്പരമായാണ് 74 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ മടങ്ങിയത്. കേരള അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും കണ്ണൂരിലും തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും തീരാ നൊമ്പരമായ പ്രിയപ്പെട്ട അർജുന് ജനം ആദരാഞ്ജലി അർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ മന്ത്രി AK ശശീന്ദ്രനും KK രമ MLAയും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. പുലർച്ചെ 5:30 മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടു. പിന്നീട് 6 മണിയോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ഇവിടെ വെച്ച് മന്ത്രി AK ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി. 7:30 മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര പൂളാടിക്കുന്നിലെത്തി. ഇവിടെ നിന്നാണ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി രാവിലെ 9:30 കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത്. കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം MLA KM അഷ്റഫും ശിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും വിലാപയാത്രയ്ക്കൊപ്പം അർജുന്റെ വീട്ടിലെത്തി. മന്ത്രി KB ഗണേഷ് കുമാറും അന്തിമോപചാരം അർപ്പിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.